ഞാനിങ്ങനെ ഫോണിൽ തോണ്ടി പോയപ്പോഴേ ഒരു വീഡിയോ കണ്ടേ. ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ എനിക്കതിന്റെ കമന്റ് ബോക്സ് നോക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. ആ വീഡിയോ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ആദ്യം തോന്നുന്നത് അതിന്റെ കമന്റ് ബോക്സ് നോക്കാനായിരിക്കും. ഹലോ ഗൈസ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഗൈസ്. വൈഫ് പ്രഗ്നന്റ് ആയപ്പോൾ മുതൽ അവൾക്ക് എണ്ണക്കടികൾ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഡെലിവറിക്ക് ശേഷം തന്നെ എണ്ണക്കടികൾ വാങ്ങിക്കൊടുക്കാലോ എന്ന് വിചാരിച്ച് പുറത്ത് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പുറത്ത് മനോഹരമായ മഴ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളെ വലിയ വലിയ സന്തോഷങ്ങളായി കണ്ടെത്തി നമ്മുടെ സ്വന്തം ലൈഫ് പാർട്ട്ണറെയും നമ്മളെയും ഹാപ്പിയാക്കി നമ്മുടെ ജീവിതത്തെയും ഹാപ്പിയാക്കി നമ്മൾ മുന്നോട്ട് പോവുക. ഇതാണ് എൻ്റെ ഭാര്യ ഫസി. അവളുടെ ആ ഫേസിലെ ഹാപ്പിനെസ് കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. കണ്ടില്ലേ? ഈ വീഡിയോയിൽ വന്ന ഒരുപാട് കമന്റുകൾ ഉണ്ട്. കുറച്ചൊക്കെ കളിയാക്കിയിട്ടുള്ള കമന്റ് ഉണ്ട്. അതിലപ്പുറം പെണ്ണ് കെട്ടാനും അതിലപ്പുറം പ്രായമായിട്ടും പെണ്ണ് കെട്ടാഞ്ഞിട്ടും കിട്ടാഞ്ഞിട്ടും അതിന്റെ ആ ഒരു സങ്കടല്ലേ, ആ സങ്കടമൊക്കെ ഈ കമന്റ് ബോക്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, പെണ്ണ് ഇതുവരെ കെട്ടാത്ത ആളുകൾ, കിട്ടാത്ത ആളുകൾ ഇവന്റെ പ്രായവും പക്വതയും അന്വേഷിച്ചിട്ട് വെറുതെ സമയം കളയണ്ട. ഒരുത്തനൊരു പെണ്ണിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ അന്തസ്സായിട്ട് പോറ്റാൻ കഴിവുണ്ടെങ്കിൽ, അവളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും വലിയ വലിയ ആഗ്രഹങ്ങളായി പരിഗണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവളെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവൾക്കൊരു പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് അവന്റെ കല്യാണം കഴിക്കാനുള്ള പ്രായവും പക്വതയും. പെണ്ണ് ഇതുവരെ കെട്ടാത്ത ആളുകൾ, കിട്ടാത്ത ആളുകൾ, കെട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവന്റെ പ്രായവും പക്വതയും തിരഞ്ഞു നടക്കണ്ട. ആരെങ്കിലൊക്കെ പോയി സെറ്റാക്കി വേഗം കല്യാണം കഴിക്കാൻ. ഇനി ഒന്നും സെറ്റ് ആവുന്നില്ലെങ്കിൽ ആൺകുട്ടികളെ കല്യാണം കഴിക്കട്ടെ, അവര് വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ. ഇപ്പൊ അതൊക്കെയാണല്ലോ ട്രെൻഡ്. ഇനി വീട്ടുകാരെ അടിച്ചിറക്കിയാലും നിങ്ങൾക്ക് പേടിക്കണ്ടല്ലോ. ആര് വീട്ടിൽ കയറ്റിയില്ലെങ്കിലും ഞാൻ കയറ്റും എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ, അവരെ വീട്ടിലേക്ക് പൊക്കോണം. അല്ലാതെ ഇവന്റെ പ്രായവും പക്വതയും അന്വേഷിച്ചിട്ട് നിങ്ങൾ ആരും കഷ്ടപ്പെടേണ്ട. അവൻ അന്തസ്സായിട്ട് പോറ്റുന്നുണ്ട്, നോക്കുന്നുണ്ട്, അവളെ സന്തോഷപ്പെടുത്താൻ അവന് കഴിയുന്നുണ്ട്. വല്ലാത്ത യാതിരെ.